അങ്ങനെ ഗവേഷണം നടത്തിയപ്പോൾ ആണ് ക്രിയായോഗം എന്നുള്ള ഈ ഒരു ശാസ്ത്രം രൂപപ്പെട്ടു വന്നത്. ജനക മഹാരാജാവും ശ്രീരാമചന്ദ്രനും മറ്റുമാണ് ഈ ക്രിയായോഗത്തിനെ അഭ്യസിച്ചിരുന്നത്. ജീസസ് ക്രൈസ്റ്റ്, യേശുദേവനും അവരുടെ ശിഷ്യന്മാരും അതിനെ അഭ്യസിച്ചിരുന്നു. അങ്ങനെ എല്ലാവരും ഇതിനെ അഭ്യസിച്ച് വന്നിരുന്ന ക്രിയായോഗം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ചുരുക്കത്തിൽ ഞാൻ പറയാം. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, പ്രഷർ, ഇതൊരു വലിയ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. ക്രിയായോഗം ഇതിനെ വളരെയധികം കുറയ്ക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ, എല്ലാവർക്കും സ്വാഗതം. ക്രിയായോഗം ലോകമെമ്പാടും പ്രചരിപ്പിച്ച ഗുരു ശ്രീ ശ്രീ പരമഹംസ യോഗാനന്ദ സ്ഥാപിച്ച യോഗോദ സത്സംഗ സൊസൈറ്റിയിലെ മുതിർന്ന സ്വാമിജി സംപൂജ്യ ലളിതാനന്ദഗിരി മഹാരാജ് ഇന്ന് നമ്മോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാമിജിയെ വിനയപൂർവ്വം പ്രണമിച്ചുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ജയ് ഗുരു സ്വാമിജി. എല്ലാവർക്കും നമസ്കാരം. എന്നെ ജ്യോതിഷ വാർത്താ ചാനലിലേക്ക് ഈ പരിപാടിക്ക് ക്ഷണിച്ചതിൽ നന്ദി. വളരെ സന്തോഷമുണ്ട് ഇവിടെ ഇരുന്ന് ഗുരു പരമഹംസ യോഗാനന്ദജിയുടെ ടീച്ചിങ്സിനെ പറ്റി സംസാരിക്കുന്നതിന്. സ്വാമിജി, ഈ യോഗോദ സത്സംഗ സൊസൈറ്റി എന്താണ് എന്നും അതിൻ്റെ പ്രവർത്തക ലക്ഷ്യങ്ങളെക്കുറിച്ചും ഞങ്ങൾക്കായി ഒന്ന് വിശദീകരിച്ചു തരാമോ? യോഗോദ സത്സംഗ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം അമേരിക്കയിൽ സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പ് എന്നാണ് അറിയുന്നത്. അതായത് യോഗത്തിനെ കൊടുക്കുന്ന, അങ്ങനെ യോഗം കിട്ടി ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നതിലൂടെയുള്ള സത്സംഗം, യോഗോദ സത്സംഗ സൊസൈറ്റി എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ ആദ്യത്തെ ഉദ്ദേശം രാജയോഗ, എസ്പെഷ്യലി ക്രിയായോഗ ടെക്നിക്കുകൾ എല്ലാവർക്കും ലഭ്യമാക്കാനും അത് മുഖേന പേഴ്സണലായിട്ട് വ്യക്തിപരമായ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള പുരോഗതിയും ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അനുഭവങ്ങളും വ്യക്തിപരമായി അറിയാനും അത് മുഖേന ലോകത്ത് ശാന്തിയും സമാധാനവും വരുത്തുക എന്നുള്ളതാണ് യോഗോദ സത്സംഗ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം. ആത്മസാക്ഷാത്കാരം വരുന്നത് കൊണ്ട് എങ്ങനെ ലോകത്തിൽ സമാധാനം വരുന്നു എന്നതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ഞാൻ പറയാം. ആത്മസാക്ഷാത്കാരം എന്നാൽ ഞാൻ ആത്മാവാണ് എന്നറിയുക എന്നാണ്. ഞാൻ ആത്മാവാണെന്നറിയുമ്പോൾ എനിക്ക് മറ്റുള്ളവരിലും ആത്മാക്കളെ കാണാൻ സാധിക്കുന്നു. അതിൽ ഒരു സ്റ്റെപ്പ് കൂടെ ഫോർവേഡ് പോയി കഴിഞ്ഞാൽ എല്ലാ ആത്മാക്കളും ഈശ്വരൻ, പരമാത്മാവിൻ്റെ ഭാഗങ്ങളാണ് എന്നും എല്ലാവരും പരമാത്മാവിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലാകുന്നു. അങ്ങനെ മനസ്സിലാവുമ്പോൾ ഞാൻ വേറൊരാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് എന്നെ തന്നെയാണ് ഉപദ്രവിക്കുന്നത് എന്നും, ഞാൻ വേറൊരാൾക്ക് ഉപകാരം ചെയ്യുകയാണെങ്കിൽ എനിക്ക് തന്നെയാണ് ഉപകരിക്കുന്നതെന്നും മനസ്സിലാകുന്നു. അതുകൊണ്ട് മനുഷ്യൻ സ്വമേധയാ ഒരു ബാഹ്യമായ ഒരു നിർബന്ധം ഇല്ലാതെ തന്നെ ബാക്കിയുള്ളവരെ സഹായിക്കാനും തൻ്റെ പൊസിഷൻ അഥവാ പദവി അല്ലെങ്കിൽ സമ്പത്ത് ഇത് ബാക്കിയുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുവാനും ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ലോകത്ത് സ്വമേധയാ ഓട്ടോമാറ്റിക്കായിട്ട്
ശാന്തിയും സമാധാനവും വരുന്നു. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. സ്വാമിജി സ്വാമിജി വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് 16 വയസ്സ് മുതൽ തന്നെ ഈ പാതയിൽ ആണല്ലോ. അപ്പോൾ എന്തായിരുന്നു സ്വാമിജിയെ ഈ ചെറിയ പ്രായത്തിൽ ഇതിലേക്ക് ആകർഷിച്ചത്? ഞാൻ 16 വയസ്സിൽ വരാൻ ഉള്ള കാരണം ഒരു വിചിത്രമായിട്ടുള്ള, വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ്. ഞാൻ പാലക്കാട് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബുക്ക് സ്റ്റാളിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ആ ബുക്ക് സ്റ്റാളിലേക്ക് കാല് കുത്തിയപ്പോൾ ആ ബുക്ക് സ്റ്റാളിൻ്റെ നടുവിലുള്ള തിരിയുന്ന ഒരു സ്റ്റാൻഡ് ഇങ്ങനെ തിരിഞ്ഞു വന്ന് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി, ഈ പുസ്തകം വന്ന് നേരിട്ട് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്ന ആ സ്റ്റാൻഡ് അങ്ങനെ നിശ്ചലമായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഗുരുജിയുടെ കണ്ണുകൾ എന്നെ വളരെയധികം ആകർഷിച്ച് ഞാൻ ആ ആ പുസ്തകത്തിൻ്റെ അടുത്ത് പോയിട്ട് ഗുരുജിയുടെ മുഖം നോക്കി കുറേ നേരം നിന്നു. അങ്ങനെ നിന്നപ്പോൾ ആ ബുക്ക് സ്റ്റാളിൻ്റെ മാനേജർ വന്നിട്ട് എന്നെ തോളിൽ തട്ടി വിളിച്ചു, പറഞ്ഞു, കുട്ടി, നീ കുറേ നേരമായല്ലോ ഈ പുസ്തകം നോക്കിക്കൊണ്ട് നിൽക്കണു, വാങ്ങാൻ ഉദ്ദേശമുണ്ടോ? അപ്പോൾ ബാക്കിയുള്ളവർക്കും പുസ്തകങ്ങളൊക്കെ നോക്കേണ്ടതല്ലേ. അപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് പുസ്തകം മേടിക്കണം. ശരി എന്ന് പറഞ്ഞ് മാനേജർ പുസ്തകം എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് പൈസ ചോദിച്ചു. അപ്പോൾ ഞാൻ കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. മാനേജർക്ക് എന്നോടൊരു സഹതാപം തോന്നി കാണണം. മാനേജർ പറഞ്ഞു, വേണ്ട, പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി, ഇപ്പം നീ പുസ്തകം കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഞാൻ പുസ്തകം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ എൻ്റെ അമ്മ കണ്ടു, മകനൊരു പുസ്തകം കൊണ്ടുവരുന്നു. അതെന്താണ് നോക്കിയപ്പോൾ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി, ഒരു യോഗിയുടെ ആത്മകഥ. അമ്മ പറഞ്ഞു, ഇതല്ല സമയം, ഇതൊന്നും വായിക്കാനുള്ള സമയം ഇതല്ല. ഇത് മാത്രമല്ല, നീ പൈസ കൊടുത്തിട്ടും ഇല്ല ഇത് കൊണ്ടുവരുന്നതിന് മുമ്പ്, ഏതായാലും ഇത് മടക്കി കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ പുസ്തകം മടക്കി കൊണ്ടുപോകാൻ പോകുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കൊണ്ട് അത് വേറൊരു വാതിൽ കൂടെ വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ പൈസ തരാം, പക്ഷെ നീ ഒരു കാര്യം വാഗ്ദാനം ചെയ്യണം, പഠിപ്പ് നെഗ്ലക്റ്റ് ചെയ്യില്ല, പഠിപ്പിൽ ശ്രദ്ധ കുറയ്ക്കില്ല എന്ന് വാഗ്ദാനം ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ അത് പ്രകാരം വാഗ്ദാനം ചെയ്തു. എൻ്റെ അമ്മയുടെ അമ്മ പൈസ തന്നു, ഞാനത് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പുസ്തകം തിരിച്ചു കൊണ്ടുവന്ന് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ വെച്ച് വായിക്കാൻ തുടങ്ങി. ഒരു 10 മണിയായി കാണും രാവിലെ. വായിച്ച് അതിൻ്റെ ഇടയിൽ ആഹാരത്തിനൊക്കെ പോകാന്നുള്ളതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് ഒരു രാത്രി 2 മണിയായപ്പോൾ ഈ പുസ്തകത്തിലുള്ള ഒരു ചാപ്റ്റർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശ്രീ യുക്തേശ്വർജിയുടെ പുനരുദ്ധാനം, റിസറക്ഷൻ എന്നുള്ള ചാപ്റ്റർ എത്തിയപ്പോൾ എനിക്കെന്തോ മനസ്സിലായി, വിശ്വാസം വന്നു. ഇതാണ് എൻ്റെ പഥം, എൻ്റെ പാത, ഈശ്വരനിലേക്കുള്ള പാത, അതും ഇതാണ് എൻ്റെ ഗുരുക്കന്മാരും എന്നൊരു ദൃഢമായ വിശ്വാസം എൻ്റെ മനസ്സിൽ ജനിച്ചു. അങ്ങനെ ഞാൻ റാഞ്ചിയിൽ നിന്നാണ് അതാണ് ഇന്ത്യയിലെ ഹെഡ് ക്വാർട്ടേഴ്സ് റാഞ്ചിയാണ്. റാഞ്ചിയുടെ ആശ്രമത്തിൻ്റെ അഡ്രസ്സ് പുസ്തകത്തിലുണ്ടായിരുന്നു. അതിലേക്ക് എഴുതി ഞാൻ പോസ്റ്റ് ചെയ്തു. അന്ന് മൊബൈലും ഇമെയിലും ഒന്നുമില്ല. ഇൻലൻഡിൽ എഴുതി അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി എഴുതി ലെറ്റർ പോസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം. അങ്ങനെയാണ് എനിക്ക് ഇത് ഈ ഗുരുജിയുടെ സ്ഥാപനം ആയിട്ട്, ഗുരുജിയുടെ ഈ ആശ്രമമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത്. ഇപ്പം എന്തുകൊണ്ട് അന്ന് എനിക്ക് ഈ പുസ്തകത്തിൽ എന്താ ഉള്ളതെന്ന് കൂടെ അറിയില്ല അത് കണ്ട സമയത്ത്. പക്ഷെ ഈ പുസ്തകം വായിക്കണം എന്നുള്ള ഒരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ ജനിച്ചു. അതിൻ്റെ കാരണം
മുജ്ജന്മത്തിൽ ഞാൻ ഈ ഗുരുക്കന്മാരായിട്ട് എന്തായാലും അവരുടെ ശിഷ്യന്മാരായിരിക്കണം. അവരുടെ ഈ ക്രിയായോഗ എന്ന ഈ വഴിയിലൂടെ ഞാൻ സാധന ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് എനിക്ക് ആ പുസ്തകം കണ്ടതോടുകൂടെ ആ ഓർമ്മകൾ എങ്ങനെയോ പിന്നിൽ പ്രവർത്തിച്ചു. ബോധപൂർവമല്ല, പക്ഷെ അത് പിന്നിലുള്ള ആ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്നത് അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഞാൻ ഈ ചെറുപ്പത്തിൽ തന്നെ ഈ വഴിയിലേക്ക് വരാൻ കാരണം. യോഗ എന്നാൽ സാധാരണക്കാരന് കേവലമായ ശാരീരികമായ വ്യായാമ മുറകൾ മാത്രമാണ്. എന്നാൽ അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു നിലയാണല്ലോ യോഗ. അതിനെക്കുറിച്ച് സ്വാമിജി ഒന്ന് വിശദീകരിക്കാം. യോഗം പലവിധമാണ്. അതിൽ മെയിനായിട്ടുള്ളത് കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, രാജയോഗം. കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മത്തിൽ കൂടെ ഈശ്വര സാക്ഷാത്കാരം. ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് യോഗം, അതായത് ഒന്നിച്ച് ചേരുക എന്നതാണ് യോഗം എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഈശ്വരനും നമ്മളുമായിട്ട് ബന്ധം സ്ഥാപിച്ച് ഈശ്വരനിൽ ലയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഇത് കർമ്മത്തിൽ കൂടെ ചെയ്യുമ്പോൾ എങ്ങനെ ശ്രീകൃഷ്ണൻ പറഞ്ഞു, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന, അതായത് കർമ്മത്തിൻ്റെ ഫലങ്ങളിൽ യാതൊരു താല്പര്യവും ഇല്ലാതെ ഈശ്വരനായ ഒരു പൂജയായിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെ കർമ്മയോഗം എന്ന് പറയുന്നു. ജ്ഞാനയോഗം എന്ന് പറയുന്നത് നമ്മൾ ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവും പരമാത്മാവുമായിട്ടുള്ള ആ ബന്ധത്തിനെ നമ്മൾ സാക്ഷാത്കരിക്കുന്നു. അതിൽ പല രീതികളുണ്ട്. ഒന്ന്, ഞാൻ ആരാണ്, ഹൂ ആം ഐ, ഞാൻ ആരാണ്, ഞാൻ നേതി എന്ന് പറയുന്നത് ഇതിൽ ഞാൻ ഇതല്ല അതല്ല, ഞാൻ ശരീരമല്ല, ഞാൻ എൻ്റെ വിചാരങ്ങളല്ല, ഞാൻ എൻ്റെ വികാരങ്ങളല്ല, എൻ്റെ ചിന്ത ഒന്നുമല്ല, ഇതൊന്നുമല്ല ഞാൻ. എന്നാൽ ഞാൻ എന്താണ്? ഇങ്ങനെ ചോദിച്ച് അവസാനം ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് എത്തുക എന്നതാണ് ജ്ഞാനയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്തിയോഗം എന്നുള്ളത് ഈശ്വരനെ അറിയാനുള്ള വ്യഗ്രത, ഭക്തി. അപ്പോൾ എനിക്ക് ഈശ്വരനെ അറിഞ്ഞേ മതിയാവും. ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് കാളി മാതാവിനെ അറിയാനുള്ള ഒരു വ്യഗ്രത അത്രയ്ക്ക് കൂടുതലായി. അദ്ദേഹം അവിടെ ആ വിഗ്രഹത്തിലുണ്ടായിരുന്ന കാളിമാതാവ് പിടിച്ചിരുന്ന ആ ഒരു വാളിനെ എടുത്ത് സ്വയം ആത്മഹത്യ ചെയ്യാൻ വരെ എനിക്കിനി ഒരു സെക്കൻഡും മാതാവിനെ കാണാതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള അത്രയ്ക്കുള്ള വ്യഗ്രതയോടുകൂടെ അതെപ്പോഴാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ആ രീതിക്കുള്ള ഭക്തി, പരാഭക്തി എന്നൊക്കെ പറയുന്നത് അത് ഈശ്വരനെ അറിയാനോ ഈശ്വരനിൽ ലയിക്കാനുള്ള ഒരു വ്യഗ്രത, ആഗ്രഹം അത്ര കൂടുമ്പോഴാണ് അത് ഭക്തിയോഗമാവുന്നത്. രാജയോഗം എന്ന് പറയുന്നത് അത് ടെക്നിക്കുകൾ, അതായത് ഓരോ അഭ്യാസങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ പ്രാണശക്തി ഉപയോഗിച്ച് ഈശ്വര സാക്ഷാത്കാരം കിട്ടാൻ നമ്മൾ ശ്രമിക്കുന്നു. ഹഠയോഗം, ഇപ്പം നമ്മൾ അറിയുന്ന ആസനങ്ങൾ, പ്രാണായാമങ്ങൾ, ബന്ധങ്ങൾ, മുദ്രകൾ, ഇതൊക്കെ ഹഠയോഗം എന്ന് പറയുന്ന ഒരു യോഗത്തിൽ വരുന്നവയാണ്. ആക്ച്വലി ഹഠയോഗത്തിന് പല ഗുണങ്ങളുണ്ട്. അതിൻ്റെ ആസനങ്ങൾക്ക് പല ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ് ആസനങ്ങൾ, പ്രാണായാമങ്ങൾ. അതൊക്കെ ഇപ്പോൾ വളരെയധികം പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഉദാഹരണത്തിന് ഹഠയോഗ പ്രദീപിക ഒരു ഗ്രന്ഥം, പുരാതന ഗ്രന്ഥത്തിൽ സ്വാത്മാരാമൻ പറയുന്നുണ്ട്, പ്രണമ്യ ശ്രീ ഗുരുനാഥം സ്വാത്മാരാമേന യോഗിന കേവലം രാജയോഗായ ഹഠവിദ്യോപദേശിയതേ. അതായത് ഞാൻ ഈ ഹഠവിദ്യ ഉപദേശിക്കുന്നതിൻ്റെ ഏക ലക്ഷ്യം രാജയോഗം എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് ശരീരത്തിനെയും മനസ്സിനെയും തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് അതിൻ്റെതായ ഗുണങ്ങൾ ഇപ്പോൾ നമ്മൾ അതിനെ ആസനങ്ങളായാലും പ്രാണായാമങ്ങളായാലും പ്രാക്ടീസ് ചെയ്താൽ അതിൻ്റെ ആരോഗ്യത്തിനും പിന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും ഒക്കെയുള്ള ഗുണങ്ങൾ എപ്പോഴും ഉണ്ട്. പക്ഷേ സത്യത്തിൽ
ഹഠയോഗത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും രാജയോഗത്തിലേക്ക് നയിക്കുക എന്നുള്ളതുകൊണ്ടാണ്. ഇതാണ് വിവിധ, ഇങ്ങനെയാണ് മൂന്നാല്. പിന്നെ മന്ത്രയോഗം എന്ന് പറയുന്നുണ്ട്. മന്ത്രം ജപിച്ച് ജപിച്ച് ആ മന്ത്രത്തിൻ്റെ ദേവതയെ ഉപാസിച്ച് അങ്ങനെ ഈശ്വര സാക്ഷാത്കാരം, ആ ദേവത ആയിട്ട് ഒന്നിക്കുക എന്നുള്ളതുണ്ട്. ലയയോഗം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ അനന്തമായിട്ടുള്ള ഈ പ്രണവത്തിലേക്ക് ലയിക്കാനുള്ള ചില വിധികളാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പല രീതിക്കുള്ള യോഗങ്ങളാണ് ഉള്ളത്. പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള യോഗങ്ങൾ. സ്വാമിജി, ഈ ക്രിയായോഗ എന്നാൽ എന്താണെന്നും അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കും. ക്രിയായോഗം എന്ന് പറയുന്നത് രാജയോഗ എന്നുള്ള കാറ്റഗറിയിലുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ചില അഭ്യാസങ്ങളെയാണ്. എങ്ങനെ ഇത് നിലവിൽ വന്നു എന്നുള്ളതിനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാം. നമ്മുടെ ഇന്ത്യയിലെ പ്രബുദ്ധമായ സിവിലൈസേഷൻ ആ സമയത്ത്, അതായത് സത്യയുഗത്തിലാണ് ഇതിൻ്റെ തുടക്കം. സത്യയുഗത്തിലുള്ള ഋഷിമാരും മുനിമാരും ഈ സാധാരണക്കാരൻ, അതായത് ഗൃഹസ്ഥന്മാരായാലും ശരി സന്യാസിമാരായാലും ശരി, അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്ലേശങ്ങളിൽ നിന്ന് ശാശ്വതമായിട്ടുള്ള ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മുക്തി, അതിൽ നിന്ന് ദുഃഖം എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ, എന്നേക്കുമായിട്ട് മാറ്റാൻ ഒരു വഴിയുണ്ടോ എന്ന് ആലോചിച്ച് അവർ കുറേ റിസർച്ച് ചെയ്തു. ഈ റിസർച്ച് ഗവേഷണം സാധാരണ ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്ന രീതിക്കുള്ള ഗവേഷണമായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ സാധാരണ ശാസ്ത്രജ്ഞന്മാർ ബാഹ്യമായിട്ടുള്ള വസ്തുക്കളെ ഉപയോഗിച്ചാണ് ഗവേഷണം ചെയ്യുന്നത്. ഇവർക്ക് മനസ്സിലായി ഇതിൻ്റെ ഉത്തരം ഈ ശാശ്വതമായ ദുഃഖം അല്ലെങ്കിൽ ഈശ്വര അനുഭൂതി അല്ലെങ്കിൽ പരമാനന്ദം ലഭിക്കുക എന്നുള്ളത് ബാഹ്യമായിട്ടുള്ള ഒന്നിലും അല്ല അതിൻ്റെ ആൻസർ, അതിൻ്റെ ഉത്തരം എന്നവർക്ക് മനസ്സിലായി. അവർ തൻ്റെ ഉള്ളിൽ തന്നെ തൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും, അതായത് ശരീരത്തിലുള്ള പ്രാണശക്തിയെയും ശ്വാസത്തെയും പിന്നെ മനസ്സിനെയും പിന്നെ ബോധത്തെയും, ഈ മൂന്നാല് ഘടകങ്ങളെ വെച്ചാണ് അവരുടെ ഗവേഷണം അവർ നടത്തിയത്. അങ്ങനെ ഗവേഷണം നടത്തിയപ്പോൾ ആണ് ക്രിയായോഗം എന്നുള്ള ഈ ഒരു ശാസ്ത്രം രൂപപ്പെട്ടു വന്നത്. അവർക്ക് മനസ്സിലായി പ്രാണശക്തിയെയും ശ്വാസത്തെയും ബോധത്തെയും മനസ്സിനെയും കൊണ്ട് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിച്ചാൽ നമുക്കിതെല്ലാം ലഭ്യമാകും എന്ന് മനസ്സിലായി. അതനുസരിച്ചാണ് ഈ ശാസ്ത്രം അവർ രൂപാന്തരപ്പെടുത്തിയത്. ഭഗവത്ഗീതയിൽ പറയുന്ന മാതിരി ശ്രീകൃഷ്ണൻ പറയുന്നു, ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം. അതായത് ഞാൻ ഈ ശാശ്വതമായിട്ടുള്ള ശാസ്ത്രത്തിനെ വിവസ്വത് മുനിക്ക് പറഞ്ഞു കൊടുത്തു. വിവസ്വാൻ മനുവേ പ്രാഹ. വിവസ്വത് മുനി മനുവിന് പറഞ്ഞു കൊടുത്തു. മനു ഇക്ഷ്വാകുവേ ബ്രവീത്. മനു പറഞ്ഞു, ഇക്ഷ്വാകുവിന് അത് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇക്ഷ്വാകു എന്ന് പറയുന്നത് നമുക്കറിയാം, സൂര്യവംശത്തിൻ്റെ സ്ഥാപകൻ. സൂര്യവംശത്തിലുള്ള ആളുകളെ അവർ ത്രേതായുഗത്തിലാണ്, അതായത് ആദ്യം അത് സത്യയുഗത്തിൽ തുടങ്ങി, പിന്നെ ത്രേതായുഗത്തിലേക്ക് വന്നു. ത്രേതായുഗത്തിലുള്ള ഇക്ഷ്വാകു സൂര്യവംശം സ്ഥാപിച്ച സൂര്യവംശത്തിലത്തെ ഏറ്റവും അറിയപ്പെടുന്ന ആളാരാണ്? ശ്രീരാമചന്ദ്രൻ. ജനക മഹാരാജാവും ശ്രീരാമചന്ദ്രനും മറ്റുമാണ് ഈ ക്രിയായോഗത്തിനെ അഭ്യസിച്ചിരുന്നത്. പിന്നീട് ദ്വാപരയുഗത്തിൽ ചന്ദ്രവംശത്തിലത്തെ ആളുകൾ, ശ്രീകൃഷ്ണനും പാണ്ഡവന്മാരും ഒക്കെ ഈ ശാസ്ത്രം അഭ്യസിച്ചിരുന്നു. പിന്നെ പതഞ്ജലി മഹർഷി, അതായത് ദ്വാപരയുഗം കലിയുഗത്തിലേക്ക് താഴ്ന്നു വരുന്നതിന് ആ ഒരു സന്ധി ഘട്ടത്തിലാണ് പതഞ്ജലി മഹർഷിയുടെ വരവ്. അദ്ദേഹം ക്രിയായോഗത്തിനെ പറ്റി യോഗസൂത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. തപസ്വാധ്യായ ഈശ്വര പ്രണിധാനാനി ക്രിയായോഗ എന്ന് പറയുന്നുണ്ട്. കൂടാതെ ശ്വാസത്തിൻ്റെയും പ്രശ്വാസത്തിൻ്റെയും ഗതികളെ വിച്ഛേദിപ്പിച്ചാൽ
അത് അതാണ് പ്രാണായാമം എന്ന് മുക്തി തരുന്ന പ്രാണായാമം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ക്രിയായോഗം. പിന്നീട് ജീസസ് ക്രൈസ്റ്റ്, യേശുദേവനും അവരുടെ ശിഷ്യന്മാരും അതിനെ അഭ്യസിച്ചിരുന്നു. അങ്ങനെ എല്ലാവരും ഇതിനെ അഭ്യസിച്ച് വന്നിരുന്ന ക്രിയായോഗം കലിയുഗം വന്ന സമയത്ത് നമുക്ക് നഷ്ടമായി. അതായത് കലിയുഗത്തിലെ ആളുകളുടെ മനസ്സിന് ഈ വക കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് മനസ്സിലാവുമില്ല. അത് നഷ്ടമായി. പിന്നീട് ദ്വാപരം തുടങ്ങിയപ്പോൾ അവിടെയാണ് നമ്മുടെ ഗുരു പരമ്പരയുടെ റോൾ വരുന്നത്. മഹാവതാർ ബാബാജി 1861 ലാഹരി മഹാശയന് ക്രിയായോഗ ദീക്ഷ കൊടുത്തു. അങ്ങനെയാണ് ക്രിയായോഗം ആദ്യമായിട്ട് ഈ ലോകത്തേക്ക് വരുന്നത്. ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ഒട്ടുമിക്ക ആധ്യാത്മിക ധാരകളും ഗുരു പരമ്പരയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണല്ലോ. ഈ ഗുരു പരമ്പരയുടെ പ്രാധാന്യം എന്താണ് എന്ന് സ്വാമിജി ഒന്ന് വിശദീകരിച്ചു. ഗുരു പരമ്പര എന്ന് പറഞ്ഞാൽ ഒരു ഗുരുക്കന്മാരുടെ ഗുരു, പരം ഗുരു, പരമ്പരം ഗുരു എന്ന് പറയുന്ന പോലെ ഗുരുക്കന്മാരുടെ ഒരു ശൃംഖലയിൽ കൂടെ നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് കിട്ടുന്നു. ഈ പറഞ്ഞ മാതിരി 1861 മഹാവതാർ ബാബാജി തൻ്റെ ശിഷ്യനായിരുന്ന, മുജ്ജന്മത്തിലും ശിഷ്യനായിരുന്ന ലാഹരി മഹാശയന് ക്രിയായോഗ ദീക്ഷ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഈ ലോകത്ത് ക്രിയായോഗ ദീക്ഷ കൊടുത്ത് ഈ ക്രിയായോഗ ശാസ്ത്രത്തിനെ വളർത്തണം, എല്ലാവരുടെ ഇടയിലും പ്രസരിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ലഹരി മഹാശയൻ തൻ്റെ പല ശിഷ്യന്മാരുടെക്കും ക്രിയായോഗ ദീക്ഷ കൊടുത്തു. അതിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടവരാണ് പഞ്ചാനൻ ഭട്ടാചാര്യ, കേവലാനന്ദ സ്വാമി, പ്രണവാനന്ദ സ്വാമി എന്നിവര്. അങ്ങനെ സ്വാമി ശ്രീ യുക്തേശ്വർ ഗിരി എന്നുള്ള ഒരു ശിഷ്യനും ലഹരി മഹാശയൻ ഉണ്ടായിരുന്നു. ആ യുക്തേശ്വർജി ആണ് എൻ്റെ ഗുരു ശ്രീ പരമഹംസ യോഗാനന്ദജിയെ ശിക്ഷണം കൊടുത്ത് അദ്ദേഹത്തിനെ ഈ യോഗദാ സത്സംഗ സൊസൈറ്റിയും സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പും സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുത്തത്. അപ്പം ഉദാഹരണത്തിന് ഞങ്ങളുടെ ഗുരു പരമ്പര മഹാവതാർ ബാബാജി, ലഹരി മഹാശയൻ, സ്വാമി ശ്രീ യുക്തേശ്വർജി, പരമഹംസ യോഗാനന്ദൻ. ഈ പരമ്പരയിൽ കൂടെയാണ് നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിന് നമ്മൾ ശ്രമിക്കുന്നത്. ഇതാണ് ഗുരു പരമ്പരയുടെ പ്രാധാന്യം. സ്വാമിജി, അതുപോലെ ഈ ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഈ യോഗമാർഗം, ക്രിയായോഗമാർഗം അത് പ്രായോഗികമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുമോ? ഈ കാലത്ത് ആദ്യമായിട്ട് ഗൃഹസ്ഥന്മാര്, സന്യാസിമാര് എന്നൊരു ഭേദം ക്രിയായോഗത്തിനില്ല. കാരണം ക്രിയായോഗം ഈ ഉദാഹരണത്തിന് ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തിലുള്ള നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. ഞാനൊരു ഉയർന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടിയാൽ എൻ്റെ എല്ലുകളൊക്കെ പൊട്ടും. അതിപ്പോൾ ആരായാലും ശരി, ഗൃഹസ്ഥനാണെങ്കിലും ശരി, സന്യാസിയാണെങ്കിലും ശരി, ആരായാലും. എന്ന മാതിരി ക്രിയായോഗത്തിൽ എല്ലാ മനുഷ്യർക്കും കോൺഷ്യസ്നെസ്, ബോധം, നെക്സ്റ്റ് ശ്വാസം, മനസ്സും പ്രാണനും, ഇങ്ങനെ ഈ നാലും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഇത് നാലുമുള്ള എല്ലാ മനുഷ്യരും ക്രിയായോഗ ശാസ്ത്രം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ അനുഭവം, അതിൻ്റെ ഗുണങ്ങൾ കിട്ടും. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞു ഈശ്വര സാക്ഷാത്കാരം എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ഞാൻ പറയാം. ക്രിയായോഗം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ചുരുക്കത്തിൽ ഞാൻ പറയാം. ക്രിയായോഗത്തിൽ നമ്മളൊരു പ്രത്യേക രീതിയിൽ ശ്വാസത്തിനെ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മനസ്സിൻ്റെ ഏകാഗ്രത, മനസ്സിൻ്റെ ഭാവനാശക്തി എന്നിവയെ ഉപയോഗിക്കുന്നു.
ഈ രീതിയിൽ നമ്മൾ ശ്വസിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ ഉണ്ടാവുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഉള്ള പ്രാണശക്തികളെ, അതായത് നാഡീവ്യൂഹത്തിലും ഇന്ദ്രിയങ്ങളിലും മാംസപേശികളിലും ഉള്ള പ്രാണശക്തിയെ നമ്മൾ നട്ടെല്ലിലേക്കും നമ്മുടെ മസ്തിഷ്കത്തിലേക്കും വലിക്കുന്നു. എങ്ങനെ ഒരാമ തൻ്റെ കാലുകളെ അതിൻ്റെ ഷെല്ലിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ നമ്മളതെല്ലാം വലിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ബാഹ്യമായിട്ടുള്ള നമ്മളുടെ കണക്ഷൻ, നമ്മുടെ ബന്ധം ഇന്ദ്രിയങ്ങളുമായി മുഖേന നമ്മൾ ബാഹ്യമായിട്ടുള്ള കണക്ഷൻ, കാണുന്നതോ കേൾക്കുന്നതോ മണക്കുന്നതോ ആയിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിലയ്ക്കുന്നു. എങ്ങനെ നമ്മൾ ഉറക്കത്തിൽ നമുക്കൊന്നും അറിയുന്നില്ല, പക്ഷെ അത് ആ ഉറക്കത്തിൽ ബോധമില്ല നമുക്ക്. ഇത് ബോധപൂർവം നമ്മൾ എല്ലാ ബാഹ്യമായ സ്പർശാൻ കൃത്വ ബഹിർബാഹ്യം എന്ന് കൃഷ്ണൻ പറഞ്ഞ മാതിരി എല്ലാ കണക്ഷൻസും നമ്മൾ ടെലിഫോണിന്റെ കേബിൾ കട്ട് ചെയ്യുന്ന മാതിരിയാണ്. നമുക്ക് ഒന്നും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുന്നില്ല. അതൊരു ഒന്ന്. രണ്ടാമത്, നമ്മൾ ഈ രീതിക്ക് ശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിലുള്ളതിലധികം നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. ആ എക്സ്ട്രാ ഓക്സിജനെ നമ്മൾ പ്രാണശക്തിയായിട്ട് പരിവർത്തനം ചെയ്യുന്നു. അപ്പം നമുക്ക് രണ്ട് സോഴ്സുകളിൽ നിന്ന് നമുക്ക് പ്രാണശക്തി കിട്ടുന്നു. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്ത പ്രാണശക്തിയും, രണ്ട്, നമ്മൾ കൂടുതൽ ഓക്സിജൻ എടുത്ത് അതിനെ പരിവർത്തനം ചെയ്ത പ്രാണശക്തിയും. ഈ രണ്ടിനെയും നമ്മൾ മേരുദണ്ഡിന്റെ ഉള്ളിലൂടെ, സുഷുമ്നയിലൂടെ, ചക്രങ്ങളിലൂടെ മുകളിലേക്കും താഴേക്കും പ്രസരിപ്പിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ഇന്ദ്രിയ പ്രവർത്തികളും നിലയ്ക്കുന്നു. പതഞ്ജലി മഹർഷി പറഞ്ഞ മാതിരി മനസ്സിൻ്റെ യോഗ ചിത്തവൃത്തി നിരോധ, മനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിലയ്ക്കുന്നു. പിന്നെ ഒന്നു മാത്രമേ ഉള്ളൂ, എന്ത്? അഹം ബ്രഹ്മാസ്മി, ഞാൻ മാത്രം, ഐ എക്സിസ്റ്റ്, ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു സച്ചിദാനന്ദം. പിന്നെ ഞാൻ എന്താണ്? ആ ഫീലിംഗ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് സച്ചിദാനന്ദം, ആനന്ദം ആണ് കിട്ടുന്നത്. അത് അങ്ങനെ വരുന്ന സമയത്ത് ഞാനും ഈശ്വരനുമായിട്ടുള്ള ബന്ധം വളരെ ക്ലിയറായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നു, അനുഭവിച്ചറിയുന്നു. അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. പിന്നെ ഈ കാലത്ത് സ്ട്രെസ് അഥവാ മാനസികമായിട്ടുള്ള സമ്മർദ്ദം, പ്രഷർ, ഇതൊരു വലിയ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. ക്രിയായോഗം ഇതിനെ വളരെയധികം കുറയ്ക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ പല രീതികളുണ്ട്. ഒന്ന്, ഈ സ്ട്രെസ് റെസ്പോൺസ്, നമുക്കൊരു സ്ട്രെസ് വരാനുള്ള ഒരു പരിതസ്ഥിതി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിനുള്ള പ്രതിക്രിയ, അതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലുള്ള ഒരു ചെറിയ ഒരു ഭാഗമാണ്, എമിഗ്ദല എന്ന് പറയുന്നുണ്ട്. ആ എമിഗ്ദല എന്ന് പറയുന്ന അവയവത്തിനെ, ബ്രെയിനുള്ള ആ ഭാഗത്തിനെ ക്രിയായോഗ അഭ്യാസം കൊണ്ട് അത് വളരെ കുറയുന്നു. അങ്ങനെ വരുമ്പോൾ വളരെ ഡീപ്പായിട്ട്, വളരെ ആഴത്തിൽ ധ്യാനം, ക്രിയായോഗ ധ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എത്രയും വലിയ ഒരു സ്ട്രെസ് വരേണ്ട ഒരു പരിസ്ഥിതിയിലാണെങ്കിൽ കൂടെ അയാൾക്ക് ഒരു സ്ട്രെസ്സും തോന്നില്ല. ഒന്ന്. രണ്ട്, നമ്മുടെ തലച്ചോറിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്, ലെഫ്റ്റ് ഹെമിസ്ഫിയർ, റൈറ്റ് ഹെമിസ്ഫിയർ. ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണ് നമ്മുടെ വികാരങ്ങൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, അല്ല ഈ വിചാരങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. റൈറ്റ് ഹെമിസ്ഫിയറാണ് വികാരങ്ങളും മറ്റുമൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയറിനെ, അതിൻ്റെ കണക്ഷൻ, ന്യൂറൽ കണക്ഷൻ വളരെയധികം ദൃഢമാക്കുന്നു, അതിനെ ബാലൻസ് ചെയ്യുന്നു ക്രിയായോഗം. അതുകൊണ്ട് എന്ത് വരുന്നു, ഈ സ്ട്രെസ് വരുമ്പോൾ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബാലൻസ് തകരാറാവുമ്പോഴാണ് ഒന്നുകിൽ റൈറ്റ് സൈഡിൻ്റെ
കൂടുതലാവുമ്പോൾ നമ്മുടെ വൈകാരികമായിട്ട് നമുക്ക് ബാലൻസ് തെറ്റുന്നു. ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, സ്വാമിജി എനിക്ക് അത്രയ്ക്ക് വിഷമം തോന്നുന്നു, ഇനി ജീവിച്ചിരിക്കണമെന്നേ ഇല്ല എന്ന് തോന്നുന്നു, അത്രയ്ക്ക് ഒരു വിഷമം മനസ്സിൽ വരുന്നു. എന്നാലോ മറ്റേ ലെഫ്റ്റ് ഹെമിസ്ഫിയർ കൂടുതലാവുമ്പോഴോ ചിന്തകൾ, വിചാരങ്ങൾ, സ്വാമിജി എനിക്ക് ഇതിനെപ്പറ്റി വിചാരിക്കാതിരിക്കാനേ പറ്റുന്നില്ല, ഐ ആം ഓവർ തിങ്കിങ്, ഞാൻ ഇതിനെപ്പറ്റി വളരെയധികം എനിക്കിതിനെ നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, അത് ലെഫ്റ്റ് ഹെമിസ്ഫിയറിൻ്റെ ആക്ടിവേഷൻ കാരണം. ക്രിയായോഗം ഇതിന് രണ്ടിനെയും ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ആ സന്തുലനം അത് തെറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഇതൊക്കെ ലാബറട്ടറിയിൽ തെളിയിച്ചിട്ടുള്ളതാണ്. അതായത് ലോസ് ആഞ്ചലസ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചലസിലുള്ള ഹോസ്പിറ്റൽസിലും ന്യൂറോ സയൻറ്റിസ്റ്റും ഒക്കെ ഇതിനെ അവരുടെ പരീക്ഷണങ്ങൾ കൊണ്ട് തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മുടെ മസ്തിഷ്കം പല രീതിക്കുള്ള റേഡിയോ തരംഗങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആൽഫ തരംഗം, ബീറ്റ തരംഗം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ റിലാക്സേഷനും സ്ട്രെസ്സും ഇല്ലാതിരിക്കുന്ന മാനസിക അവസ്ഥയിലത്തെ ഏറ്റവും വലിയ ആ സമയത്തുള്ള തരംഗമാണ് ആൽഫ തരംഗം. ക്രിയായോഗം ഓട്ടോമാറ്റിക്കായിട്ട് ഈ മസ്തിഷ്കത്തിലുള്ള ആൽഫ തരംഗത്തിനെ ഉൽപ്പാദിപ്പിക്കാൻ മസ്തിഷ്കത്തിനെ എൻകറേജ് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ഈ ആൽഫ തരംഗം, ആൽഫ വേവ്സ് വരുന്ന സമയത്ത് സ്ട്രെസ് വളരെയധികം കുറഞ്ഞ് വ്യക്തി മാനസികമായിട്ട് റിലാക്സ് ആകുന്നു. അങ്ങനെ പല രീതിക്കും ഈ സ്ട്രെസ്സിൻ്റെ കുറവിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു ഉപാധിയാണ് ക്രിയായോഗം. പിന്നൊരു ഗൃഹസ്ഥന്മാർക്കും പ്രത്യേകിച്ച് ഗൃഹസ്ഥന്മാർക്ക് എല്ലാവർക്കും വേണ്ട ഒരു ക്വാളിറ്റിയാണ് അന്തർജ്ഞാനം, ഇൻറ്റ്യൂഷൻ. ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് പലരും ഒരു രീതിക്ക് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കും. പക്ഷേ നമ്മുടെ അന്തർജ്ഞാനം വളരെ അധികം ആണെങ്കിൽ അത് പറയും, പറ്റില്ല, അത് വേണ്ട, ഇങ്ങോട്ട് പോയാൽ മതി. ആരെന്ത് പറഞ്ഞാലും നമുക്കത് ശരിയാവില്ല. നമുക്ക് തോന്നും ഇത് ശരിയല്ല, ഇത് ശരിയല്ല. ലോജിക്ക് പലതും പറയും, നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ പലതും പറയും. പക്ഷെ അന്തർജ്ഞാനം പറയും വേണ്ട, അത് അങ്ങോട്ട് ആ രീതിക്ക് പോകണ്ട എന്ന് പറയും. ഈ അന്തർജ്ഞാനത്തിനെ വളരെയധികം ഡെവലപ്പ് ചെയ്യാൻ ക്രിയായോഗത്തിന് സാധിക്കും. പിന്നെ ഗൃഹസ്ഥന്മാർ ഇപ്പോഴത്തെ ഗൃഹസ്ഥന്മാർക്ക് ആ നിമിഷം നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ ഇരിക്കാനുള്ള കപ്പാസിറ്റി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ അവര് കടന്നുപോയ കാര്യങ്ങളെ, ഭൂതകാലത്തെ കാര്യങ്ങളെ വിചാരിച്ച് സമയം ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ബേജാറ് കാരണം, വല്ല ആങ്സൈറ്റി കാരണം പ്രസന്റ് മൊമെന്റിൽ ഇരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ ഇരിക്കുകയാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാദിഷ്ടങ്ങളായിട്ടുള്ള സാധനങ്ങളുടെ മുമ്പിൽ, ആഹാര പദാർത്ഥങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോഴും നമുക്കതിനെപ്പറ്റി നമ്മൾ വിചാരിക്കുന്നത് നാളെ എന്താ ആവാൻ പോകുന്നതെന്നോ, അല്ലെങ്കിൽ മിനിയാന്ന് എന്നെ ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചു എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മുഴുവൻ വെറുതെ ഒരു ചടങ്ങായിട്ടാണ് നമ്മൾ ഈ ആഹാരം ഏറ്റവും വലിയ ഈ സ്വാദിഷ്ടങ്ങളായിട്ടുള്ള ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് നമ്മൾ പ്രസന്റ് മൊമെന്റിലില്ല. ഇത് ജീവിതത്തെ ആസ്വദിക്കാന്നുള്ള ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിയായോഗം ചെയ്യുന്ന ഒരാൾക്ക് ആ സമയത്ത് എന്ത് നല്ല കാര്യങ്ങളോ, നല്ലൊരു സ്ഥലത്ത് പോയി പിക്നിക്കിന് പോയി, അല്ലെങ്കിൽ ഒരു സൂര്യാസ്തമയം, കടലിൻ്റെ ബീച്ചിലിരിക്കുകയാണ്, ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ചങ്ങാതിമാരായിട്ടോ ഇരുന്ന് ഒരു ക്രിയായോഗി അത് നോക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള വിചാരങ്ങൾ അല്ലെങ്കിൽ വികാരങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ വെയിറ്റ്, ഇപ്പോൾ വേണ്ട, നോട്ട് നൗ എന്ന് പറഞ്ഞാൽ അത് വികാരങ്ങളായാലും വിചാരങ്ങളായാലും അത് കേൾക്കും. അപ്പോൾ അത് മാറി നമുക്ക് പ്രസന്റ് മൂമെന്റിൽ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ
അത് ആസ്വദിക്കാൻ ജീവിതത്തിനെ യഥാർത്ഥത്തിൽ നമുക്ക് ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും ഗൃഹസ്ഥന്മാർക്ക്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ 2-3 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സ്വാമിജി, ഗുരുജി ശ്രീ പരമഹംസ യോഗാനന്ദ രചിച്ച ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി, ഒരു യോഗിയുടെ ആത്മകഥ, ഒട്ടനവധി ആളുകളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ആയിട്ടുണ്ട്. എന്താണ് ഇത്രയധികം ആളുകളെ ഇത് ആകർഷിക്കാൻ കാരണം? ഈ പരമഹംസ യോഗാനന്ദൻ രചിച്ച ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി, ഇത് കഴിഞ്ഞ 100 കൊല്ലമായിട്ട് ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ, വേൾഡ് ബെസ്റ്റ് സെല്ലർ സ്പിരിച്വൽ ക്ലാസിക് എന്ന കാറ്റഗറിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിനെ ഒരു 50ഓളം ഭാഷകളിൽ, ഇന്ത്യയിലത്തെ 30ഓ അതിൽ കൂടുതലോ അഥവാ 15 എല്ലാ മേജർ ഭാഷകളിലും, ഹിന്ദി, മലയാളം, തെലുങ്ക്, ആസാമീസ്, പഞ്ചാബി, പിന്നെ കന്നഡ, പിന്നെ തെലുങ്ക്, എല്ലാ ഭാഷകളിലും തർജ്ജമ ചെയ്തിട്ടുണ്ട്. കൂടാതെ വേൾഡിലത്തെ, ലോകത്തെ മേജർ എല്ലാ ഭാഷകളിലും, പോർച്ചുഗീസ്, സ്പാനിഷ്, ഇറ്റാലിയൻ, ഇങ്ങനെയുള്ള എല്ലാ ഭാഷകളിലും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഭാഷകളിലും ഇതിൻ്റെ ഒരു സെയിൽസ് വളരെ കൂടുതലാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഗുരുജി ക്രിയായോഗ ശാസ്ത്രത്തിനെയും യോഗശാസ്ത്രത്തിനെയും വളരെ സയൻറ്റിഫിക്കായിട്ട്, ശാസ്ത്രീയമായിട്ട് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് ഐൻസ്റ്റൈൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ വരുന്ന ഇക്വേഷൻ ഒന്നുണ്ട്, E=mc². ഈ പറഞ്ഞ എനർജി, അത് അതിൻ്റെ സമം mc² പറഞ്ഞ മാസ്, m ഈസ് മാസ്, മാസിനെ c², സ്പീഡ്, ലൈറ്റിൻ്റെ സ്പീഡ്, അതിനെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്ന ആ തുകയാണ്. അത് രണ്ടും ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. ഇതിനെ ഗുരുജി തിരിച്ച് കിട്ടിയതിന് ശേഷം ഒരു ലൈറ്റിൻ്റെ സ്പീഡിൽ പോകാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അയാളുടെ മാസിനെ ഇല്ലാതാക്കാനോ അഥവാ ആ മാസിനെ ഇൻഫിനിറ്റ് ആക്കാനോ അനന്തമാക്കാനോ പറ്റുകയുള്ളൂ. അങ്ങനെ പറ്റുന്ന ഒരു വ്യക്തിക്ക് ഒരു നിയമങ്ങളും, അതായത് ഈ ഭൗതിക നിയമങ്ങൾ, ഫിസിക്കൽ ലോസ് ഒന്നും ബാധകമല്ല എന്ന് തെളിയിച്ച് കൊണ്ടുവന്നിട്ടാണ് യോഗികൾ യോഗം അഭ്യസിച്ച് സിദ്ധികൾ എങ്ങനെ കാണിക്കുന്നു, അത്ഭുതങ്ങൾ എങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് ഈ ബുക്കിൽ പ്രതിപാദിച്ചിട്ടില്ല. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ഇതൊരു പോയിന്റ്, ശാസ്ത്രീയമായിട്ടുള്ള ഒരു പോയിന്റാണ്. ഉദാഹരണത്തിന് ഞാൻ ഇതിൽ നിന്ന് ഒരു വാക്ക്, ഒരു സെന്റൻസ് വായിക്കാം. പ്രകാശ വേഗത ഗണിത സംബന്ധമായ ഒരു മാനം അഥവാ നിശ്ചിതം ആയത് ഒരു സെക്കൻഡിൽ 1,86,300 മൈൽ എന്നതിന് ഒരു കേവല മൂല്യം ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ഗതിവേഗത്തോടൊപ്പം സ്വന്തം പിണ്ഡം വർദ്ധിക്കുന്ന ഒരൊറ്റ ജഡവസ്തുവിനും പ്രകാശത്തിന്റെ ഗതിവേഗം ഒരിക്കലും നേടുവാൻ ആകുകയില്ല എന്നതിലാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, തൻ്റെ പിണ്ഡം അപരിമിതമായ ഒരു ഭൗതിക വസ്തുവിന് മാത്രമേ പ്രകാശത്തിന്റെ വേഗതയോട് തുല്യത നേടാൻ കഴിയൂ. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിന് പ്രകാശത്തിന്റെ വേഗത്തിൽ പോകാൻ സാധിക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ മാസ് അനന്തമായിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഇതിലാണ് ഗുരുജി പറയുന്നത്, ഈ ആശയം ദിവ്യാത്ഭുതങ്ങളുടെ നിയമങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. സ്വന്തം ശരീരവും മറ്റു വസ്തുക്കളും ആവിർഭവിപ്പിക്കുകയും അപ്രത്യക്ഷമാക്കിക്കുകയും ചെയ്യുക, പ്രകാശവേഗതയിൽ സഞ്ചരിക്കുക, ഏതു സ്ഥൂല വസ്തുവും തൽക്ഷണം പ്രദർശിപ്പിക്കുവാൻ സൃഷ്ടിക്ഷമമായ പ്രകാശരശ്മികളെ ഉപയോഗിക്കുക എന്നീ സിദ്ധികളുള്ള ആചാര്യന്മാർ അത്ഭുത സിദ്ധികളുടെ വ്യവസ്ഥ നിറവേറ്റിയവരാണ്. ഇവിടെയാണ് പോയിന്റ് വരുന്നത്.
അവരുടെ പിണ്ഡം അപരിമിതമാണ്, അനന്തമാണ്. അത് നമുക്കറിയാലോ. ഈ പതഞ്ജലി മഹർഷി പല വിഭൂതികളും പറയുന്നതിൽ ഒന്ന് അണിമ, ലഹിമ, മഹിമ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് മൂലമാണ് യഥാർത്ഥമായിട്ടുള്ള യോഗികൾ, ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച യോഗികൾ അത്ഭുതങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഒന്ന്, ഈ പുസ്തകം വളരെ ശാസ്ത്രീയമായ രീതിയിൽ പ്രതിപാദിച്ചിട്ടുള്ള കാരണം ഇപ്പോഴത്തെ ആളുകൾക്ക് അത് വേഗം മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ ശാസ്ത്രത്തിൽ ഒന്നും നമ്മൾ വിശ്വസിക്കണമെന്നോ വിശ്വാസം കളയണമെന്നോ പറയുന്നില്ല. നിങ്ങൾ ഇതിനെ അഭ്യസിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അഭ്യസിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നേ പറയുന്നുള്ളൂ. അതും വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. കൂടാതെ ഗുരുജി തൻ്റെ വിനയം ഇതിൽ കാണിക്കുന്നുണ്ട്. തന്നെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഗുരുജി മരിച്ചിട്ട് 21 ദിവസം ശരീരത്തിന് യാതൊരു വ്യത്യാസവും ഇരുന്ന ആളാണ്. അദ്ദേഹത്തിന് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ തന്നെപ്പറ്റി ഒരു അതിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ബാക്കിയുള്ളവരെ, ലഹരി മഹാശയൻ, യുക്തേശ്വർജി, ബാബാജി, പ്രണവാനന്ദജി എന്നുള്ള മഹായോഗികളുടെ കാര്യങ്ങളും അത്ഭുതങ്ങളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ വിനയം. കൂടാതെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നമ്മൾ ഈശ്വരനെ അറിയാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിനെ ഒഴിഞ്ഞു വെച്ചാൽ പോലും നമ്മൾ ദുഃഖം അനുഭവിക്കണം എന്നുള്ള ഒരു സംഗതിയില്ല. നമുക്ക് ആ ഹാസ്യത്തിനെ, ഗുരുജിയുടെ ബുക്ക് മുഴുവനും ആ ഹാസ്യരസം ഇതിൽ കാണാൻ പറ്റും. ഇതൊക്കെയാണ് എനിക്കും ആകർഷിച്ചത് ഇതൊക്കെയാണ്. ഞാൻ അന്ന് 10ാം ക്ലാസ്സിൽ ഞാൻ വലിയ സയൻറ്റിഫിക് ആണെന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ്. എനിക്ക് സയൻസിൽ എന്നെ പ്രൂവ് ചെയ്താൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അതൊക്കെ ഈ ബുക്ക് വായിച്ചപ്പോൾ ഗുരുജി അതൊക്കെ തകർത്ത് കളഞ്ഞു. അങ്ങനെ ഇതുകൊണ്ടാണ് ഈ ബുക്ക് ഇപ്പോഴും ഇങ്ങനെ സെയിൽസിൽ നിലവിൽ നിൽക്കുന്നത്. ഗുരുജി ഒരേ സമയം യോഗിയും ഭക്തിയും ജ്ഞാനിയും, ഭക്തനും ജ്ഞാനിയും ഒക്കെ ആയിരുന്നു അല്ലേ? അതെ. അതായത് ഈ യോഗികളുടെ ഈ രാജയോഗ അഭ്യാസത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്രത്തോളം സാധിക്കുകയോ ബാക്കി യോഗങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഗുരുജി അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. ഗുരുജി കർമ്മയോഗം ചെയ്ത് ഈശ്വരന് വേണ്ടി ഇതൊക്കെ സ്ഥാപിച്ചു. ഇങ്ങനെ ഇതിൻ്റെ പല എല്ലാവർക്കും ക്രിയായോഗത്തിന് എത്തിക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും ചെയ്തു. അതുമാതിരി ഗുരുജി ഭക്തിയുടെ അത്യുന്നതമായ അവസ്ഥയിൽ സമാധിയിലൊക്കെ പോയിരുന്നു. അതുപോലെ ഗുരുജിയുടെ ബുക്ക് വായിച്ചാൽ അറിയാം, ഗുരുജി ഒരു ജ്ഞാനിയും കൂടെ ആയിരുന്നു. ഈ പറഞ്ഞ മാതിരി ബുദ്ധി ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനും ഗുരുജിയുടെ ബുക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഗുരുജി ക്രിയായോഗിയുമായിരുന്നു. അപ്പോൾ ഈ 4 യോഗങ്ങളും ഗുരുജി ഒരേപോലെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു മഹായോഗിയായിരുന്നു ഗുരുജി. സ്വാമിജി, ഗുരു പരമഹംസ യോഗാനന്ദയുടെ ടീച്ചിങ്സ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് ആരെയാണ് സമീപിക്കേണ്ടത്? അത് മലയാളത്തിൽ ലഭ്യമാണോ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ? ഗുരുജിയുടെ ശിക്ഷണങ്ങൾ അഥവാ ടീച്ചിങ്സ് ആർക്ക് വേണമെങ്കിലും ഞാൻ പറഞ്ഞ മാതിരി അഭ്യസിക്കാം. അത് അഭ്യസിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം ഗുരുജി ഈ ഒരു ലെസൺസ് മുഖേന 18 ലെസൺസ് മുഖേന നമുക്ക് അഭ്യസിക്കാൻ സാധിക്കും. ഈ ലെസൺസ് ഈ 2 ലെസൺ ഓരോ മാസം നമ്മളുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് റാഞ്ചി ആശ്രമം അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ ഓൺലൈനിൽ കൂടെ നമ്മൾ അതിനു വേണ്ടി അപേക്ഷിച്ചാൽ നമുക്ക് ഇത് വരുന്നതാണ്. അപ്പം ഇതിൽ പടിപ്പടിയായിട്ട് നമുക്ക് ഓരോ ടെക്നിക്കുകളും ഇതിൽ കിട്ടും. അത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ക്രിയായോഗ ദീക്ഷയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. കുറച്ചൊരു 6-8-10 മാസങ്ങളോളം വേറെ ചില ടെക്നിക്കുകളോ, ഉദാഹരണത്തിന് എനർജൈസേഷൻ എക്സർസൈസ്, ഊർജീകരണ വ്യായാമങ്ങൾ എന്നൊന്നുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ചുറ്റും നമ്മൾ ഈ പ്രാണശക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാനുള്ള ഒരു പദ്ധതിയാണ് എനർജൈസേഷൻ എക്സർസൈസ്. എന്തുകൊണ്ട് നമ്മുടെ ഞരമ്പുകളെയും മറ്റും ക്രിയായോഗം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ശക്തി, ക്രിയായോഗത്തിൻ്റെ ശക്തി താങ്ങാനുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ
ഏകാഗ്രതയുടെ ആവശ്യമുള്ളത് കൊണ്ട് ഹോംസ ടെക്നിക്ക് പറയുന്ന ഒരു ടെക്നിക്കുണ്ട്. പിന്നെ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്ന ആ ശക്തി, അത് ആ ഓം എന്നുള്ള ആ പ്രണവശക്തിയെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ഈ 3 ടെക്നിക്കുകളും കുറച്ച് മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ക്രിയായോഗം എന്നുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ വിധി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ അധികാരികളാകുന്നത്. അത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അഭ്യാസങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതാര് ചെയ്താലും പിന്നെ ക്രിയായോഗത്തിൽ ദീക്ഷ എന്ന് പറഞ്ഞാൽ ഗുരു ശിഷ്യ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അധികാരം കിട്ടുള്ളൂ. ഗുരുവിൽ നിന്ന് നമുക്ക് ആ വിധി കിട്ടേണ്ടതാണ്. അത് ആര് വിചാരിച്ചാലും പറ്റുന്നതാണ്. പക്ഷേ സമയം, ഈ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് സമയം, അരമണിക്കൂർ രാവിലെയും അരമണിക്കൂർ വൈകുന്നേരത്തും നമ്മൾ അതിന് വേണ്ടി വെക്കേണ്ടതാണ്. ക്രിയായോഗത്തെ പറ്റിയും ഗുരു പരമഹംസ യോഗാനന്ദയെ പറ്റിയും യോഗദ സത്സംഗ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ വളരെ വിശദമായി പറഞ്ഞു തന്ന സ്വാമിജിക്ക് ഞങ്ങളുടെ പ്രണാമം. എനിക്കും വളരെ സന്തോഷം ഈ ചാനലിലേക്ക് എന്നെ വിളിച്ച് ഇതിനെപ്പറ്റി, ക്രിയായോഗത്തിനെ പറ്റിയും ഗുരു പരമഹംസ യോഗാനന്ദനെ പറ്റിയും ഗുരു പരമ്പരയെ പറ്റിയും ചോദിച്ചറിയാൻ താല്പര്യപ്പെട്ടതിൽ വളരെ വളരെ സന്തോഷം. നന്ദി.